റസിയ, പണിയൊക്കെ കഴിഞ്ഞോ? ഇല്ലേടി, ചോറും കറിയൊക്കെ ഇനി വെക്കാനുണ്ട്. പിന്നെന്തേ ഈ തരിപ്പടിച്ചിരിക്കണ്? ഞാൻ വിചാരിച്ച ഈ പണിയൊക്കെ കഴിഞ്ഞിരിക്കായിരിക്കുന്നു. ഞാൻ അന്നൊന്ന് കാണാൻ നിൽക്കേനു. അനക്ക് എവിടുന്ന് കിട്ടിയ സാധനത്തിന്? സാധനോ? എന്റെ മോന് ചേരുന്ന് പറഞ്ഞ ഈ ഒന്നിനെ കൊണ്ടുവന്നില്ലേനോ? നീ എന്റെ മരുമോളാണോ പറയണേ? ഇതല്ലാണ്ട് ആരെ? അലാണ് തേനാണെന്നൊക്കെ ഏനല്ലോ. ഇപ്പൊ എന്തേ കഴിക്കുന്നു കുളിക്കുന്നായോ? നല്ലോണം ദുബായിൽ നയിക്കുന്ന ചെക്കനാ. ഇപ്പൊ ഓനെ വിളിച്ചോള് പറഞ്ഞിക്കാണല്ലോ ഓനെ കാണാണ്ട് നിൽക്കാൻ കഴിയുന്നില്ലാന്ന്. ഇപ്പൊ നിർത്തിപ്പോരാൻ നിൽക്കുക. അത് പിന്നെ ഒരു പുതുമോടിയല്ലേ, അതുകൊണ്ട് പറഞ്ഞതേക്കും. ഓള് പറഞ്ഞത് പോട്ടേ നിക്ക. ഓന് ചെക്കൻ എന്തിനാ അതും കേട്ട് തുള്ളാൻ നിൽക്കുന്നേ? ഓനെന്താ പറഞ്ഞേ? വരുന്നുണ്ട് എന്നാണോ പറഞ്ഞേ? എന്നിട്ട് എന്ത്? ഓനിപ്പൊ നിർത്തി പോരാന്നാ പറയുന്നത്. ഓന് പോന്നോട്ടേന്ന്. ചെക്കന് നല്ല പഠിപ്പൊക്കെ ഉള്ളതല്ലേ, അപ്പൊ ഇവിടെ നല്ല പണി കിട്ടൂലേ? പണിയൊക്കെ കിട്ടും. അവിടെ കിട്ടുന്ന ശമ്പളം ഇവിടെ കിട്ടുമോ? അവിടെ എത്ര ശമ്പളം എന്ന് വിചാരിച്ചിട്ടാ? അതൊക്കെ വേണ്ടാന്ന് വെച്ച് വരേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ വലിയ ശമ്പളമൊന്നും ഇല്ലാന്ന്? അത് പിന്നെ ഈ ഇപ്പൊ എല്ലായിടത്തും പോയി പാടണ്ടാന്ന് വിചാരിച്ചിട്ടാ. ഓ, അപ്പൊ ഞാൻ പരദൂഷണക്കാരില്ലേ? ഈ അത് വീട്, എനിക്ക് അല്ലെങ്കിൽ തന്നെ ടെൻഷനായിട്ട് വയ്യ. ചെക്കൻ ഇനി ഊറ്റാൻ കഴിയൂല എന്നുള്ള ടെൻഷനായിരിക്കും. ഈ എന്തോ ഒന്നും പറയാത്തേ? ഞാനെന്ത് പറയാനാ? ആടി, മോനാ വിളിക്കുന്നേ. ഹലോ. ഓ, സുഖം. അപ്പൊ ഈ ഉറപ്പിച്ച മോനെ? അപ്പൊ എനിക്ക് ഇത്രയും കാലം അവിടെ കുഴപ്പമൊന്നുമില്ലേനല്ലോ. എന്താ വെച്ചാ കാട്ട്. പെങ്ങളെ വീട് പണി എടുക്കുന്ന ഞങ്ങൾക്ക് അറിയൂലേ? പിന്നെ മറ്റോളാണ് ഇവിടെ പ്രസവിക്കാനും വന്നിക്കണ്. ഈ സമയത്ത് ഇവിടെ വന്നാലോ? വെച്ചോ? പോരാണെങ്കിൽ പോന്നോട്ടേന്ന്. ഇല്ലടി മോളെ, വീട് പണി നടക്കുന്നുണ്ട്. ചെറിയോളാണ് ഇവിടെ പ്രസവത്തിനും വന്നിക്കണ്. ഇതിനൊക്കെ ഉള്ള പൈസ എവിടുന്ന് വെച്ചിട്ടാ? അത് ശരി, അതൊക്കെ ഓരോ പുതിയാപ്പിളാര് നോക്കൂലേ? എടി മോളെ, വീട് പണി നടക്കല്ലേ, അപ്പൊ ഞാൻ പകുതി പൈസ ഞാൻ ഓനോട് വാങ്ങിത്തരാന്നേന് പറഞ്ഞത്. പിന്നെ ചെറിയോളെ പ്രസവല്ലേ, ആദ്യത്തെ പ്രസവമായോണ്ട് ഫുള്ള് ചെലവ് നമ്മൾ നോക്കും വേണല്ലോ. അതും ഇല്ലാത്ത കോളന്നെ, ഒക്കെ ചെക്കൻ്റെ തലയിലല്ലേ. പിന്നെ ഓന്റെ വാപ്പന്റെ പൈസ നമുക്ക് രണ്ടാക്കും മരുന്നാങ്ങാൻ തന്നെ തികയൂല. അതൊരു തള്ളന്നെ. എന്നിട്ട് എന്റെ മരുമോളെവിടെ? ഓ, ഒക്കെ ഒപ്പിച്ചിട്ട് അകത്തുണ്ട്. എന്നാ എനിക്ക് ഓളോട് പറഞ്ഞൂടേനോ, പോയ സ്ഥിതിക്ക് ഒരു കൊല്ലെങ്കിൽ നിന്നിട്ട് വന്നോട്ടെ എന്നുള്ളത്? ഓളോട് പറഞ്ഞടി. ഓൾ എടുത്തേയും വൈകി എന്നോട് പറഞ്ഞ എന്താണെന്നറിയാം എനിക്ക്? വീട് പണിയും പ്രസവമൊക്കെ ഉണ്ടെങ്കിൽ ഓരോ പിയാപ്പിളാരോട് ഗൾഫിൽ പോവാന്. ഓളായോണ്ട് അങ്ങനെ പറഞ്ഞ, ഞാനായിരിക്കണേനി. ഞാനോളെ വിളിച്ചുതരാം, ഈ ഒന്ന് പറഞ്ഞു നോക്ക് വേണമെങ്കിൽ. എന്നാ വിളിക്ക്. ഫാത്തി. വിളിച്ചാലും കേൾക്കൂല. ഞാൻ എന്നാ പോയി വിളിച്ചിട്ട് വരാം. അമ്മ. മോളെ, അന്നെ കാണാൻ സൈന വന്നിക്കണ്. ഏത് സൈന? നിങ്ങളെ കല്യാണം ഉണ്ടാക്കിയില്ലേ ഓള്? ഓ, ആ താത്തല്ലേ. എന്താണ് മോളെ, സുഖല്ലേ? ഓ, സുഖം. ഞാനിങ്ങനെ ചോദിക്കാണ് എൻ്റെ വർത്താനോ. എല്ലാ, എൻ്റെ കെട്ടിയോൻ ഗൾഫിൽ നിന്ന് വരാണോ? ഞാനിങ്ങനെ വരാൻ പറഞ്ഞേനെ. ഓൻ പോയിട്ട് ഒരു മാസമല്ലേ ആവണുള്ളൂ. അപ്പത്തേക്കെന്തേ? ഓൾക്കതിന് ഓനെ കാണാണ്ട് നിൽക്കാൻ കഴിയണില്ലല്ലോ. അല്ല, അത് നല്ല പണിയല്ലേ മോളെ, അത് ഒഴിവാക്കി വന്നിട്ടോ. ഇങ്ങനെ അവിടെ ഇവിടെ നിന്ന് ജീവിതം തീർത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ചെറിയ ശമ്പളാണെങ്കിലും ഒരുമിച്ച് നിൽക്കുന്നതല്ലേ റാഹത്ത്. അങ്ങനൊക്കെ നോക്കിയപ്പോൾ ജീവിക്കാൻ കഴിയോ? ഈ കേൾക്കണം സൈന, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മൂപ്പര് ഗൾഫിൽ പോയതാ. പിന്നെ 2 കൊല്ലം കൂടുമ്പോൾ 2 മാസത്തേക്ക് ഒരു വരുത്ത് വരും. അതന്നെ. അതുകൊണ്ട് ഇപ്പം എന്തായി? നല്ലൊരു പൊരിയായി, മക്കളെ രണ്ടാളും കെട്ടിച്ചും വിട്ട്. അത് ശരിയാ. എന്നിട്ട് ഇപ്പോഴല്ലേ ഇക്കാക്ക് ഗൾഫ് നിർത്തിയത്? ചെക്കൻ പോയതിനു ശേഷം പിന്നെ മൂപ്പര് ഗൾഫ് നിർത്തി. പിന്നെ അത്ര ഒന്നും വേണ്ടിയില്ലേനി, ഒരു 3-4 കൊല്ലം പിടിച്ചെന്നാ മതിയേനി. ഗൾഫിലെ നിന്നോട്ടെ, എന്നാ കുഴപ്പമില്ല. ഞാൻ എന്നാ അങ്ങോട്ട് പോട്ടെ. എന്നാ പിന്നെ പണിയും പോവൂല. ഈ ഇതെന്തറിഞ്ഞിട്ടാ? അതൊക്കെ നല്ല ചെലവാ. റൂമിന് തന്നെ നല്ല പൈസ വരും. സൈനാത്തൊക്കെ കാര്യം മനസ്സിലായില്ലേ? ഞാൻ ഗൾഫിലേക്ക് പോയാൽ പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ആരാ എടുക്കുക? പിന്നെ ഇക്കാക്ക അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെങ്ങന്മാർക്കും അളിയന്മാർക്കും എന്ന് പറഞ്ഞിട്ട് ചെലവിന് കൊടുക്കണമല്ലോ. എങ്ങനെയുണ്ട് ഈ കണ്ടിയിലെ ഇവിടുത്തെ അവസ്ഥ? ഇപ്പൊ വേളിയും പേടിച്ച് ഞാൻ മനസ്സിലും കൂടി ചിന്തിക്കാത്തത് അവള് പറയണത്. ഉമ്മ എന്തായാലും എന്നെ പേടിച്ച് നിൽക്കണ്ട. ഞാൻ എന്തായാലും ഇക്കാക്കനോട് വരാനും പറയണില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. ഇനി ഇക്കാക്ക ലീവിന് വരുമ്പോഴേ ഞാൻ ഇങ്ങോട്ട് നിൽക്കാൻ വരുള്ളൂ. കണ്ടിയിലെ സേന ഓളെ നാക്കി. പാത്തു, ഞാൻ പറയണോണ്ട് എനിക്കൊന്നും തോന്നരുത്. ഈ ഒരു അമ്മായിമായതിന് ശേഷം ഈ ഒരു വില്ലത്തി അയക്കണ്. എനിക്ക് എൻ്റെ പെൺകുട്ടികളെ പറ്റിയേ ഒരു ചിന്ത ഉള്ളൂ. ഓൾക്കൊരു ജീവിതമില്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ ഓനെ കെട്ടിക്കരുതേനു.